ഫ്രീ ആയിട്ട് കറക്കാൻ കൊണ്ടുപോകുന്ന ഇതിനു വേണ്ടിയൊക്കെ എനിക്ക് തോന്നി ഇത്ര കൈവേദനയല്ല, എന്നെ കാണണം അതിന്റെ അകത്ത്. കാണുന്നില്ല, ഇത് കൂടെ എന്നെ കാണേണ്ടത്. ഓണാ. നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കറങ്ങാൻ വേണ്ടി പോകുന്നത് സൗത്താംപ്ടണിലെ ഹാമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ്. എനിക്ക് സൗത്താംപ്ടണിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഗ്രാമമാണ് ഹാമ്പിൾ. ഹാമ്പിളിൽ തന്നെ ഒരു പിങ്ക് ഫെറി ഉണ്ട്. അതായത് ഒരു 12 പേർക്ക് മാത്രം കയറി റിവർ ക്രോസ് ചെയ്യാവുന്നൊരു ഫെറിയാണ്. ഹാമ്പിൾ ടു വസാഷ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെറിയാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഏകദേശം അരമണിക്കൂർ 23-24 മിനിറ്റോളമാണ് അങ്ങോട്ടേക്ക് കാണിക്കുന്നത്. 16 മൈലാണ് കാണിക്കുന്നത്. പിന്നെ അത് ട്രാഫിക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് ട്രാഫിക് അങ്ങനെ വരാൻ സാധ്യത കുറവാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫെറിയിലെ ആ ഏരിയയിലോട്ട് പോകുന്നത്. ഹാമ്പിളിൽ ഞാൻ പോയിട്ടുള്ളതാണ്. നമ്മൾ ബസ് റൂട്ടാണ് ഹാമ്പിൾ. അപ്പം ഹാമ്പിളിൽ ചെന്ന് കഴിഞ്ഞിട്ട് പിങ്ക് ഫെറിയുടെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. നമ്മൾ ഹാമ്പിളിലെത്തി കേട്ടോ. ഹാമ്പിളിൽ ഒന്ന് തിരിച്ചു കാണിച്ചടി. ഇതാണ് നമ്മുടെ ഹാമ്പിളിലെ ബസ് സ്റ്റോപ്പ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് ഹാമ്പിളിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. ഈ റൂട്ടാണ് കാണിക്കുന്നത്. ഇതിലെ കാറ് പോകുന്നതാണെന്ന് അറിയത്തില്ല. പിടിച്ചടി. ഇതിലെ കാറ് പോകുന്ന റൂട്ടാണെന്ന് തോന്നുന്നു. 1 വേ കാണിച്ചിട്ടുണ്ട്. അപ്പം ഈ വഴിക്കാണ് നമ്മളെ കാണിക്കുന്നത് കേട്ടോ. ഒരു രക്ഷയില്ലാത്തൊരു റൂട്ടാണ് കേട്ടോ. അതിൻ്റെ ഇത് മുഴുവൻ എന്താ പറയണ്ടേ, പബ്ബ്, റെസ്റ്റോറൻറ്റ്സ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ്. നമ്മുടെ ഈ ഇടത്ത് വശത്തും വലത്ത് വശത്തും ഒക്കെ കാണുന്നത് പബ്ബൊക്കെയാണ് കേട്ടോ. ഇതൊരു പബ്ബാണ്, ജെനീസ് കഫേ. പബ്ബല്ല കേട്ടോ, കഫേ ആണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇത് മുഴുവൻ പബ്ബാണ് കേട്ടോ. ഈ വഴിക്ക് അടിപൊളി. ഇവിടുന്നാണ് നമുക്ക് പോകേണ്ടത്. ഇനി പിങ്ക് ഫെറി നമുക്ക് എവിടുന്നാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ നമുക്ക് വണ്ടി കൊണ്ട് അവിടെ പാർക്ക് ചെയ്യാം. പേ ആൻഡ് ഡിസ്പ്ലേ ആണ് പാർക്കിങ്. ഓ, ഇത് അന്യായ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണല്ലോ. അന്യായ വൈബായി പോയി കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാം. ഹാമ്പിളിൽ വന്നിട്ട് നമ്മൾ പാർക്ക് ചെയ്തു. ആ തൊട്ട് മുന്നിൽ കാണുന്ന മുഴുവൻ ഇവരുടെ ഒരു സെയിലിംഗ് ക്ലബ്ബാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലം. ഇത് അങ്ങ് കാണുന്ന അവിടെയാണ് നമുക്ക് പിങ്ക് ഫെറി കിടപ്പുള്ളത്. നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ. നമുക്ക് ആ ഫെറിക്കുള്ളിലൊന്ന് പോയി നോക്കാം ആരെല്ലാം ഉണ്ടോയെന്ന്. ഇതുപോലുള്ളൊരു പാലമാണ് ഇട്ടേക്കുന്നത് ഫെറിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതിനുള്ളിൽ ആരും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇതൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകളുടെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആരും ഇല്ല കേട്ടോ. ഇതാണ് നമുക്ക് പോകേണ്ട ഫെറിയെ. ആരെയും കാണാനില്ല. ഇതിൻ്റെ അകത്ത് ഫെയറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വലിയ ആൾക്കാർക്ക് 2.50, പിള്ളേർക്ക് 2 വയസ്സിൽ താഴെയുള്ളവർക്ക് 1.5, ചെറിയ സൈക്കിൾ കയറ്റാൻ വേണ്ടിയിട്ട് 0.50 50p ആണ് കേട്ടോ. സംഭവനാണെങ്കിലും കൊള്ളാം കേട്ടോ. അവൻ ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ളൊരു വ്യൂ ഉണ്ടോ. ഇവിടുന്ന് എങ്ങോട്ടേക്ക് ഈ സാധനം നമ്മളെ കൊണ്ടുപോകുന്നത് നമുക്കറിയാൻ പാടില്ല. എന്താണെങ്കിലും ഇവിടെ ആരെയും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് ഒന്നും വ്യക്തമായിട്ട് കൊടുത്തിട്ടൊന്നുമില്ല. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. നമ്മൾ ഇവിടെ വന്നിട്ട് ഫെറിയിൽ ആൾ സെറ്റായിട്ടുണ്ട്. ഇപ്പോഴാണ് ആക്റ്റീവ് ആയത്. ഏകദേശം ഒരു 12-11 ഇവിടെ ഒരു നമ്പർ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് വിളിക്കാൻ വേണ്ടി പറ്റുന്നത്. സുമിതേ അവിടുന്ന് നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന പുള്ളിക്കാരനാണ് പറഞ്ഞത് നമ്മളെ കൊണ്ടുപോകാമെന്ന്. ഇവിടെ നമ്മുടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. ഈ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നമ്മളെ കൊണ്ടുപോകും കേട്ടോ. പുള്ളിക്കാരൻ ആക്റ്റീവായിട്ട് അപ്പോൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. സുമി അങ്ങനെ ഫെറിയിലോട്ട് കയറുവാണ്. കയറുവാ.
അല്ല ഇതാണ് കേട്ടോ പിങ്ക് ഫെറി കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന ഒരു വെള്ളത്തിൻ്റെ അകത്താണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അത് കുറച്ചും കൂടെ വലിയ ബോട്ടാണ് കേട്ടോ. UK ഒരു പതാകയൊക്കെ ഉണ്ട്. ഇവിടെ ഇരിക്കാം. ഈ കാണുന്ന ഒരു സെറ്റപ്പാണ് കേട്ടോ ഫെറിയുടെ. കുറച്ച് ഒച്ചയൊക്കെ എങ്ങനെയാണ് എന്ന് അറിയാൻ പാടില്ല, നമുക്ക് കേൾക്കാൻ വേണ്ടി വരുന്നത്. ശരിക്കും പ്രൈവറ്റ് ഫെറിയാണ് കേട്ടോ ഇത്. ശരിക്കും നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് അടയ്ക്കട്ടെ. പിടിച്ചെടുക്കും 5 പോണ്ടുണ്ട് എൻ്റെ അടുത്ത്. £10 കേട്ടോ. അതായത് 2.5 പൗണ്ട് വെച്ചിട്ട് നമുക്ക് ഒരു ട്രിപ്പ് അങ്ങോട്ടേക്ക് ഒരാൾക്ക് 2.5 പൗണ്ട്. ഞങ്ങൾ 2 പേര് 5 പൗണ്ടും. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, തിരിച്ച് വരുമ്പോഴത്തേക്കും ഇതിന് സെയിം തന്നെ നമ്മൾ തിരിച്ചു വരുവാണല്ലോ. അപ്പം പുള്ളിയോട് ഞാൻ പറഞ്ഞു 10 പൗണ്ട് ഓക്കെ വെച്ചോളാൻ വേണ്ടി പറഞ്ഞു. അല്ലേ, നമുക്കിങ്ങനെ കിട്ടണമെങ്കിലേ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. അടിപൊളി. കേട്ടോ. 2 പേരാണേലും പുള്ളിക്കാരൻ ഓടിയേനെ കേട്ടോ. 2 പേര് പോവാമെന്ന് ചോദിച്ചു പുള്ളിയോട്. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ അകത്ത് കുറച്ച് ആൾക്കാരൊക്കെ കയറിയാൽ ഇവർ പോളായിരിക്കുന്നതാണേ. എന്നെ ഹമ്പിളായിട്ട് അവർ പറയുന്നത് അറിയാമോ. എന്നോട് പറഞ്ഞു 2.5 ആവും ഒരു സ്ഥലത്തേക്ക് ഒരാൾക്കെന്ന് പറഞ്ഞു. വന്ന് നമ്മുടെ ഇവിടെ ലാൻഡ് ആയിരിക്കുക കേട്ടോ. ഇവിടെ ഒരു ഷെൽട്ടറൊക്കെ ഉണ്ട്. ജസ്റ്റ് ബാക്ക് ഇൻ ഫ്യൂ മിനിറ്റ്സ്. താങ്ക് യു. അങ്ങ് ആ സ്ഥലത്തുനിന്നാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. പുള്ളിക്കാരൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് ഇവിടെയാണ് നമ്മുടെ ഫെറി വന്ന് നിർത്തിയിട്ടുള്ളത്. ലൈഫിൽ ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനെ 2 അല്ലെങ്കിൽ 3 പേര് പോകുന്നൊരു ഫെറിക്കകത്ത് നമ്മൾ കയറുന്നത്. അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല കേട്ടോ. ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുക്കുവിനെ ഐക്കിനെ കൊണ്ടുവരുന്ന അവരൊത്തിരി എൻജോയ് ചെയ്തേനെ കേട്ടോ. പുള്ളിക്കാരൻ പോവാം നമ്മൾ ഇട്ടിട്ട് കേട്ടോ. മച്ചാൻ നല്ല പൊളിയാണ്. മച്ചാൻ പറഞ്ഞു നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, പോയിട്ട് വരും. ഞാൻ പറഞ്ഞു ഫ്യൂ മിനിറ്റ്സ് എന്ന് പറഞ്ഞായിരുന്നു ഞാൻ. അടിപൊളി വൈബ് സ്ഥലമല്ലേ. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു വോക്കിനൊക്കെ വരാം കേട്ടോ. ഇവിടെ വന്നിട്ട് ഇങ്ങനെ നടന്ന് നമുക്ക് കാണാവുന്ന രീതിയിൽ. എന്നാൽ ഇങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ട് കേട്ടോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്.
പൊളി. പുള്ളിക്കാരനായാലും ഒന്ന് വട്ടം കറക്കി നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പം നമ്മളിങ്ങോട്ട് നടന്നു വരുന്ന കണ്ടപ്പോഴത്തേക്കും പുള്ളി തിരിച്ചു വരുക. നമ്മൾ വേണമെങ്കിൽ ഒന്ന് കറങ്ങിക്കോട്ടെന്നുള്ള രീതിയിൽ നിന്നായിരുന്നു. അടിപൊളി സെറ്റപ്പ് കേട്ടോ. പിള്ളേരെ കൊണ്ടൊക്കെ ഒന്ന് നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമേ. ഉള്ളിലോട്ട് കയറുക. താങ്ക്സ് ഫോർ ദാറ്റ്. വീണ്ടും ഇങ്ങോട്ട് വന്നപ്പോൾ 3 പേരുണ്ടായിരുന്നേ. ഇപ്പം നമ്മൾ 2 പേരേ ഉള്ളൂ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ തുടങ്ങിയിടത്ത് അങ്ങനെ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഹാംബിൾഡി റേസിലെ പിങ്ക് ഫെറിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.